അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പ്രിയപ്പെട്ട സമസ്ത സ്നേഹികളായ നേതാക്കളെ, സുഹൃത്തുക്കളെ, ഈ വോയിസുമായിട്ട് വന്നത് റഷീദ് വെളിഞ്ചാണ്. വോയിസിൽ വരാൻ കാരണം, ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ സമസ്ത ആദർശ സംരക്ഷണ സമിതി എന്നുള്ള പേരിൽ ചർച്ച നടക്കുന്നത് അറിയാൻ വേണ്ടി സാധിച്ചു. വിഷയവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയിലെ സമസ്തയുടെ ഉത്തരവാദപ്പെട്ട ഘടകങ്ങളിൽ ഭാരവാഹിത്വം വഹിക്കുന്ന സേതു സേന്തങ്ങളും ഹംസാജി പള്ളിപ്പുഴയും MH മഹമൂദാജിയും ഒക്കെ ആയി സംസാരിച്ചു. അവരുടെയും നിലപാട് ഇത് തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിലപാട് എന്ന് പറയുന്നത് നമ്മുടെ നിലപാടും ആദർശവും ആവേശവും ഒക്കെ സമസ്തയാണ്. മഹാനായ സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങളും ഷെയ്ഖുൽ ജാമ അലിക്കുട്ടി ഉസ്താദും കൊയ്യോട് ഉസ്താദും MT ഉസ്താദും പാണക്കാട് സയ്യിദന്മാരും ഒരുമിച്ച് നിൽക്കുന്ന സമസ്തയാണ് നമ്മൾ ഇതുവരെ കണ്ടതും. ആ സമസ്ത തന്നെയാണ് നമുക്കിനി സമൂഹത്തിന് നേതൃത്വം നൽകാൻ ആവശ്യമുള്ളതും. നമ്മളെ സംബന്ധിച്ചിടത്തോളം, കേരളീയ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അവസാന വാക്ക് എന്നുള്ളത് സമസ്തയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സമസ്തയാണ് അവസാന വാക്ക് എന്ന് പറയുമ്പോൾ സമസ്തയുടെ നിലപാട് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയാണ് പറയേണ്ടത്. ആദർശത്തിന്റെ അവസാന വാക്ക് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയാണ്. അങ്ങനെയിരിക്കെ പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിലടക്കം സമസ്തയുടെ ആദർശം പറയാൻ സമസ്തയും അതിൻ്റെ കീഴ്ഘടകങ്ങളും ധാരാളമുണ്ട്. അങ്ങനെ സമസ്തയുടെ കീഴ്ഘടകങ്ങളും ആദർശം പറയാനുണ്ടായിരിക്കെ പുതിയ ഒരു ആദർശ സമിതിയുടെ ആവശ്യമില്ല എന്നും ആ ആദർശ സമിതിയുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്നും മാത്രവുമല്ല, ഈ ആദർശ സമിതിയുടെ പ്രവർത്തനങ്ങൾ കാസർഗോഡ് ജില്ലയിൽ നടക്കാതിരിക്കാനും മാത്രമല്ല അതിൻ്റെ ഒരു ചലനവും ഇല്ലാതിരിക്കാനും, ഏതറ്റം വരെ പോകുന്നുണ്ടെങ്കിലും ആ അറ്റം വരെ പോകാനും അത് ഇല്ലായ്മ ചെയ്യാൻ എല്ലാവരേക്കാളും മുമ്പന്തിയിൽ ഈ വിനീതനുണ്ടാകുമെന്നും ഇതിനാൽ സാക്ഷ്യപ്പെടുത്തുകയാണ്, ഉറപ്പ് നൽകുകയാണ്. മാത്രമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിച്ച് കളരിയായി വന്നത് SKSF കൂടിയാണ്. 15ാമത്തെ വയസ്സിൽ SKSF ജില്ലയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറിയായി കടന്നു വന്ന ഞാൻ 20 വർഷത്തോളം SKSF ഭാരവാഹിത്വം വഹിച്ച ആളാണ്. ആ ഭാരവാഹിത്വം വഹിച്ച് എനിക്ക് SKSF നിലപാടും സമസ്തയുടെ നിലപാടും എന്താണെന്നും അത് എങ്ങനെയാണ് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതെന്നും എങ്ങനെയാണ് ബോധ്യപ്പെടുത്തിയത് എന്നും എൻ്റെ കൂടെ പ്രവർത്തിച്ചവർക്ക് കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ മെസ്സേജുമായി ബന്ധപ്പെട്ട്, സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന മെസ്സേജുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും വിഷമമുണ്ടായിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ സംശയമുണ്ടായിട്ടുണ്ടെങ്കിലും അത് തീർക്കാനുള്ള ഒരു ഹേതുവായിട്ട്, ഒരു മെസ്സേജായിട്ട് ഈ വോയിസിനെ കണക്കാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് കാസർഗോഡ് ജില്ലയിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ നയിക്കാൻ കരുത്തുറ്റ നേതൃത്വമുണ്ടെന്നും കേന്ദ്ര മുഷാവറ എടുക്കുന്ന ഏത് തീരുമാനത്തിൻ്റെയും പിന്നിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സമസ്തയെ ശക്തിപ്പെടുത്താൻ നമുക്കും സമസ്തയുടെ കീഴ്ഘടകങ്ങൾക്കും ഒന്നിച്ചു നിൽക്കാമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹുസൈൻ തങ്ങൾ മാസ്തിക്കൊണ്ട് ജമിയത്തുൽ മുഅല്ലിമീൻ ജില്ലാ പ്രസിഡന്റ്. പ്രിയപ്പെട്ടവരെ, ഇന്നലെ മുതൽ ഒരു സംരക്ഷണ സമിതി എന്ന പേരിൽ ഒരു ലിസ്റ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ ഓടുന്നത് കണ്ടു. ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ഒരു യോഗത്തിന് പോവുകയോ അങ്ങനെ ഒരു സമിതിയുമായി നമ്മളുമായി ആലോചിക്കുകയോ ചർച്ച ചെയ്യുകയോ അങ്ങനെ ഒരു സമിതി രൂപീകരിച്ചതോ അല്ലെങ്കിൽ അത്തരം ഒരു സമിതിയിൽ ഞങ്ങളെ പേര് ചേർക്കുന്നതോ ഒന്നായിട്ട് ഒരു വിവരവും എനിക്കില്ല. ഞാൻ അറിയുകയില്ല. അങ്ങനത്തെ ഒരു സമിതി ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്നോട് ആരും കൂടിയാലോചിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്തിട്ടില്ല. അഥവാ ഈ ഒരു സമിതിയുമായി ഒരു ബന്ധവും എനിക്കില്ല എന്ന് രത്ന ചുരുക്കം. പിന്നെ
സമസ്ത സംവിധാനങ്ങളും കാര്യങ്ങളും ഇപ്പോ ഈ നടക്കുന്ന ചർച്ചകള് കാര്യങ്ങള് അതിലൊക്കെ സ്വാഭാവികമായിട്ടും പല ചർച്ചകളും അതുപോലെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ എല്ലാവരും പല സ്ഥലത്തും പല രീതിയിലും പങ്കുവെക്കുന്നുണ്ട്. എന്ത് പങ്കുവെച്ചാലും ഇല്ലെങ്കിലും നമുക്ക് ആദ്യവും അവസാനവും സമസ്ത തന്നെയാണ്. അതിലൊരു മാറ്റോ വിട്ടുവീഴ്ചയോ ഇല്ല. സമസ്തയുമായി ബന്ധപ്പെട്ട ഒരു മേഖലയിലും ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ല. എന്നാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ അത് സമസ്തക്ക് അകത്ത് നിന്ന് തന്നെ പറയേണ്ട സ്ഥലത്ത് ഇതുവരെ പറഞ്ഞിട്ടുണ്ട്. ഇനിയും അത്തരം വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട നേതാക്കന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും സമസ്തയുടെ നേതൃത്വം ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയത്തങ്ങളും അതുപോലെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ആലിക്കുട്ടി ഉസ്താദും അതുപോലെ കൊയ്യോട് ഉസ്താദും MT ഉസ്താദും അവരൊക്കെ എന്താണോ പറയുന്നത് ആ ഒരു സംവിധാനവുമായി തന്നെ അവരുടെ പിന്നിൽ അടിയുറച്ച് ഇൻഷാ അല്ലാഹ് മരണം വരെ തുടരാനും ഇൻഷാ അല്ലാഹ് സമസ്തക്ക് ശക്തി പകരാനും ഹാദിമായി ജീവിക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. അതുമായി തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ചുരുക്കി പറഞ്ഞ ആ സമിതിയും സംവിധാനവുമായി ഒരു ബന്ധു നമുക്കില്ല എന്ന് രത്ന ചുരുക്കം. എനിക്കില്ല, എനിക്ക് മാത്രമല്ല ഞാൻ ഈ പറയപ്പെട്ട ആളുകളൊക്കെ ആയിട്ട് കാസർഗോഡ് ജില്ലയിലെ ആളുകളൊക്കെ ആയിട്ട് കൂടിയാലോചിക്കുകയും ചെയ്തു. കാരണം എവിടുന്ന എന്താണ് ഇത് സംഭവം വന്നത്, അതുകൊണ്ടാണ് പ്രതികരിക്കാൻ ലേറ്റ് ആയത്. ഇതുവരെ അതിന്റെ ആരാണ് എന്ത് എന്നുള്ളത് ഇതുവരെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായ വിവരണമൊന്നും കിട്ടിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഏതായാലും അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. ആര് ചെയ്തതാണെന്ന് ഇൻഷാ അല്ലാഹ് അന്വേഷിച്ച് നമുക്ക് ഉചിതമായ തീരുമാനം കൈക്കൊള്ളുകയും ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.